എന്താ മിസ് പറയാ, എന്ത് കഴിച്ചാലും എനിക്ക് ഇങ്ങനെ ഷുഗർ കഴിക്കാൻ തോന്നുന്നു. അതുപോലെ തന്നെ ഭയങ്കര എന്താ പറയാ, രാവിലെ എണീച്ചാലും ബ്രേക്ക്ഫാസ്റ്റ് കൂടെയും ഉച്ചയ്ക്ക് ശേഷം ഒക്കെ ഈ ഒരു ഷുഗറിനോട് ഇഷ്ടം. പക്ഷെ ഞാൻ ഈ ഷുഗർ കഴിക്കുമ്പോൾ എല്ലാവരും പറയും നോ ഷുഗർ നോ ഷുഗർ എന്നൊക്കെ പറയുന്നുണ്ട്. തടി കൂടുന്നു പറയും, അസുഖം വരും എന്ന് പറയും. എന്താ മിസ് ഇതിന്റെ വഴിയുണ്ടോ എന്തെങ്കിലും മാറാൻ വേണ്ടിയിട്ട്? ഈ ഷുഗറിന്റെ കാര്യേ സംസാരിക്കണ്ടേ, കുറച്ച് കാലമായിട്ട് ഷുഗറിൽ നിന്നൊന്ന് മാറി നിൽക്കുകയാണ്. എങ്ങനെയാ മിസ് ഇതെങ്ങനെ മാറി നിൽക്കും? ഷുഗർ ഉണ്ടോ, അസുഖം ഉണ്ടോ? ഷുഗർ ഇല്ല, ഷുഗറിനെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. ടൈപ്പ് 1 ഷുഗർ, ടൈപ്പ് 2 എന്ന് പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ച് ഭയങ്കര ടെൻഷൻ ആയതിനു ശേഷം ഞാൻ ഷുഗർ ജസ്റ്റ് ഒന്ന്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യത്തിലൊന്നാണ് ഷുഗർ. പക്ഷെ ജസ്റ്റ് ഒന്ന് മാറ്റി വെച്ചാൽ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എങ്ങനെയുണ്ട്, എല്ലാവരും പറയും ഷുഗർ ഡയറ്റ് ഒക്കെ ആണെന്ന് പറയും. പക്ഷെ എനിക്കത് മാറ്റാൻ പറ്റുന്നില്ല. പക്ഷെ എനിക്ക് ഈ അസുഖം പ്രശ്നം തോന്നുന്നില്ല. ഞാൻ ഒന്ന് രണ്ട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് പഞ്ചസാര ഇതിനൊരു വില്ലൻ അല്ലാന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇതിനെപ്പറ്റി പണ്ടൊക്കെ എല്ലാവരും പഞ്ചസാര മാത്രമല്ല ഷുഗർ ഡയറ്റ്, യങ്സ്റ്റേഴ്സ് വരെ ഷുഗർ ഡയറ്റ്, ചെറിയ കുട്ടികൾക്ക് വരെ വരുന്നുണ്ട്. അതാണ് എങ്ങനെയാണ് അവരെ എഫക്ട് ചെയ്യുന്നത്. ഈ പാരമ്പര്യമായിട്ടും അങ്ങനെ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണോ പാരമ്പര്യമായിട്ട് വരുന്നത്? ഓക്കെ, അങ്ങനെ വരുന്നതാണെന്ന് വിചാരിക്കും. പക്ഷെ ഫുഡിലൂടെയൊക്കെ വരുന്നത് എങ്ങനെയാന്ന് കൂടുതൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്ത് എനിക്കൊന്നൊരു എന്താ പറയാ, ഒന്നും കഴിക്കില്ല. പക്ഷെ എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. പക്ഷെ എനിക്കൊന്ന് കൺട്രോൾ ചെയ്യണം. കൺട്രോൾ ചെയ്യേണ്ട ഐറ്റംസ് ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ച് സാറ് ഭയങ്കര ഷുഗർ അടിച്ചാണ്. സത്യം ഞാൻ സാറ് പറയുന്ന സമയമായിരിക്കും വെറുതെ പറയാണെന്ന്. എനിക്ക് ഭയങ്കര എന്താ വെച്ചാൽ രാവിലെ ഇപ്പം തന്നെ ഞാൻ ഇവിടെ ഒരു ഷുഗർ ഇല്ലാത്തത് ഒരു പഞ്ചസാര കഴിച്ചാണ് വിചാരിക്കുന്നത്. ചുവന്റെ കൂടെയാണ് അതല്ല സാർ, ഇങ്ങനെ എല്ലാവരും ഇപ്പൊ നമ്മള് എന്റെ ഫ്രണ്ട് പറഞ്ഞു അവൾക്ക് ഷുഗർ ഡയറ്റിലാണ്. അപ്പൊ ആ വാക്ക് തന്നെ വല്ലാതെ ഒന്ന് ഇങ്ങനെ ഒന്ന് സ്ട്രൈക്ക് ചെയ്തു. നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഐറ്റംസ് നമ്മൾ മാറ്റി വെക്കേണ്ടി പ്രായമായിട്ടില്ല സാർ, പ്രായമായിട്ടില്ല, ഷുഗർ അസുഖമില്ല, എന്നാലും ഒരു പേടി തോന്നുക. എല്ലാവരും ആണെങ്കിൽ ഫുഡ് ഐറ്റംസ് ഒക്കെ സ്കിപ്പ് ചെയ്യാണ്, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പൊ ഈ ഷുഗറുമായിട്ട് ബന്ധപ്പെട്ട അസുഖമാണല്ലോ ഡയബറ്റിക് മെലിറ്റസ്, പ്രമേഹം എന്ന് പറയും. അപ്പൊ ശ്രദ്ധിച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമുക്കൊരു ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ടോപ്പിക് അല്ല, നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് അതിലൊരു കൺക്ലൂഷനിലേക്ക് എത്താം. അപ്പോ ഡയബറ്റിക് മെലിറ്റസ് എന്ന് പറഞ്ഞ പ്രമേഹം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അത് ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്. ഈ ടൈപ്പ് 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ പാൻക്രിയാസ് എന്ന് പറഞ്ഞാൽ ബോഡിയിലെ പാൻക്രിയാസ് എന്ന ഗ്രന്ഥിയുണ്ട്, ഡൈജസ്റ്റീവ് ഗ്രന്ഥിയാണ്. ഈ പാൻക്രിയാസിലെ ഒരു സെല്ലുണ്ട് ബീറ്റാ സെൽസ്. ആ ബീറ്റാ സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് ഇൻസുലിൻ. ഈ ഇൻസുലിൻ ആണ് നമ്മുടെ ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ഓവർ ഇൻടേക്ക് ഓഫ് ഗ്ലൂക്കോസ്, കൂടുതൽ ഗ്ലൂക്കോസ് എടുക്കുമ്പോൾ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കുറയുകയും അതിന്റെ ആക്ഷൻ കപ്പാസിറ്റി കുറയുകയും ചെയ്യും. ഇൻസുലിൻ ആക്ഷൻ കുറയും. അങ്ങനെയാണ് നമ്മൾ പ്രമേഹം ഉണ്ടായി തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞു വന്ന ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്. രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ട് വരുന്നതാണ്. ഈ പാൻക്രിയാസിലെ ബീറ്റാ സെൽസിന്റെ കംപ്ലൈന്റ് ആണെങ്കിൽ അത് മാറില്ല, ലൈഫ് ലോങ് ആണ്. നമ്മൾ ലൈഫ് ലോങ് അതിന് ഇൻസുലിന്റെ തെറാപ്പി അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസ് അല്ലെങ്കിൽ മെഡിസിൻസ് എടുക്കേണ്ടി വരും. ടൈപ്പ് 2 ലൈഫ് സ്റ്റൈൽ കൊണ്ടുണ്ടാവുക. ഈ ലൈഫ് സ്റ്റൈൽ ഉണ്ടാകുന്ന പ്രമേഹം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ പഞ്ചസാര ഒരു വില്ലൻ ആണെന്ന് പറയുന്നത് അല്ല എന്ന് പറയുന്നുണ്ട്. ശരിക്കും പഞ്ചസാര ഒരു വില്ലൻ അല്ല. പക്ഷെ പഞ്ചസാര ഒരു വില്ലൻ ആവുന്നുണ്ട്. ഏത് പഞ്ചസാര എന്നറിയോ? ഒരു ഹൈഡ് പഞ്ചസാര, ഹിഡൻ പഞ്ചസാര ഉണ്ട്. നമ്മൾ ആരും കാണാത്ത ഒരു വ്യാജ പഞ്ചസാര മാർക്കറ്റ് കറങ്ങുന്നുണ്ട്. ആ പഞ്ചസാരയാണ് നമ്മൾ ചോക്ലേറ്റ്സ്, അതുപോലെ തന്നെ ഐസ്ക്രീംസ്, ഫ്രൂട്ട് ജ്യൂസുകൾ, ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു പഞ്ചസാരയുണ്ട്. പല ഷോപ്പുകൾ ഉപയോഗിക്കുന്ന പഞ്ചസാരയാണ്. ഈ ഷുഗർ എന്ന് പറയുന്നത് പാക്കറ്റിൽ കിട്ടുന്നില്ലേ? അതെ, അതും വില്ലൻ ആയതുകൊണ്ട് വില്ലൻ അല്ലാത്തതുകൊണ്ട് വ്യാജമായിട്ട് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയത് വ്യാജമായ പഞ്ചസാര തന്നെയാണ്. അപ്പൊ അതുകൊണ്ടൊരു പ്രമേഹം വരാം. അപ്പൊ പഞ്ചസാര വില്ലൻ അല്ല എന്ന് പറയാൻ, സാധാരണ പഞ്ചസാര ഒരിക്കലും വില്ലൻ അല്ല. പക്ഷെ പഞ്ചസാര ഉണ്ടാക്കുന്ന ഫുഡ് ഉണ്ട്. ഇപ്പൊ ചോറ്, അരിഭക്ഷണം, വെളുത്ത ഭക്ഷണങ്ങൾ മുഴുവൻ, വെളുത്ത ഭക്ഷണം ഓർത്താൽ മതി. അരിഭക്ഷണം, ഇപ്പം വെളുത്ത ദോശ, വെളുത്ത പുട്ട്, വെളുത്ത അപ്പം, വെളുത്ത പത്തിരി, ഇതിലെല്ലാം ചോറ്, വെളുത്ത ചോറ്, ഇതിലെല്ലാം പഞ്ചസാര ഉണ്ട്. അല്ലാതെ നമ്മൾ കഴിക്കുന്ന ചായയുള്ള പഞ്ചസാര മാത്രമല്ല, ഹിഡൻ ആയിട്ടുള്ളതാണ് അവിടെ പ്രശ്നം. അപ്പൊ കാർബോഹൈഡ്രേറ്റ്, ഗ്ലൂക്കോസ് ഉണ്ടാവുന്നുണ്ട്, അതൊരു പ്രശ്നമാണ്. അപ്പൊ നമ്മൾ പഞ്ചസാര മാത്രം കൺട്രോൾ ചെയ്താൽ പറയും, ഇങ്ങനത്തെ വെളുത്ത ഭക്ഷണങ്ങൾ കൺട്രോൾ ചെയ്യും. അപ്പോഴേ നമുക്ക് പ്രമേഹം കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ ലൈഫ് സ്റ്റൈൽ കൊണ്ടാണെങ്കിൽ, ബീറ്റാ സെൽസ് കൊണ്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ബീറ്റാ സെൽസിനെ ഇൻസുലിൻ ഉണ്ടാക്കുന്ന റിവേഴ്സിബിൾ ആക്കി അറസ്റ്റ് ചെയ്യണം. അതിന് ഇങ്ങനത്തെ ലൈഫ് സ്റ്റൈൽ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ പാരമ്പര്യമായിട്ട് വരുന്നത് അല്ലാതെ നമ്മൾ ഈ ഭക്ഷണത്തിലൂടെ വരുന്നതാണ്
അതെ, നമുക്ക് ലൈഫ് സ്റ്റൈൽ കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും. ചെറുപ്പത്തിലെ വരുന്ന ബീറ്റാ സെൽസിന്റെ കംപ്ലൈന്റ് ആണെങ്കിൽ അത് ലൈഫ് ലോങ് ആയിരിക്കും. അത് ഡിപ്പെൻഡന്റ് ആയിട്ട് ഇൻസുലിൻ പ്രമേഹമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ലൈഫ് സ്റ്റൈൽ കൊണ്ട് മാറ്റാൻ പറ്റും. നിങ്ങൾ ഓർക്കേണ്ട 4 കാര്യമുണ്ട്. 4 ഒരു 5 കാര്യം പറഞ്ഞുതരാം. ഈ 5 കാര്യം ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 6 മാസം കൊണ്ട് പ്രമേഹം പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും. അതിൽ ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെളുത്ത പഞ്ചസാര അടങ്ങിയ ഭക്ഷണം. അത് ചോറാവാം, ഓക്കെ, പിന്നെ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ പുട്ടാവാം, വെള്ളപ്പാവാം, അതാണ് വെളുത്ത ഭക്ഷണം. രണ്ടാമത്തെ കാര്യമാണ് നിങ്ങൾ എക്സസൈസ് കുറയുക എന്ന് പറയുന്നത്. പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ പണ്ടത്തെ ആളുകൾക്ക് എന്തുകൊണ്ടാണ് വരാതിരുന്നത്? ഒരു പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ എക്സസൈസ് ചെയ്യുമ്പോൾ ഗ്ലൈക്കോജൻ ഗ്ലൂക്കോസ് യൂട്ടിലൈസ് ചെയ്യുമ്പോൾ അതിനൊരു പരിധി വരെ കൺട്രോൾ ചെയ്യണം. മൂന്നാമത്തെ നമ്മൾ ഉറക്കമാണ്. പണ്ടത്തെ പോലെ എല്ലാവരും കൃത്യമായിട്ട് ഉറങ്ങുമായിരുന്നു. 7 മണിക്കൂർ മിനിമം ഉറങ്ങുമായിരുന്നു. ഇപ്പൊ ഉറങ്ങുന്നില്ല. എല്ലാവരുടെ കയ്യിലും ഒരു 69, എനിക്ക് തോന്നുന്നു 70 വയസ്സായ കയ്യിൽ വരെ മൊബൈൽ ഉണ്ട്, അല്ലെ? അപ്പൊ അവർ ഈ ഉറങ്ങാതെ വരുമ്പോൾ ഇതിന്റെ പ്രശ്നം വരും. ഇൻസുലിന്റെ അളവ് കുറയുകയും അതുപോലെ തന്നെ ഗ്ലൂക്കോസ് അളവ് കൂടുകയും ചെയ്യും. ഇത് മൂന്നാമത്തെ കാര്യമാണ്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്ട്രെസ്, ടെൻഷൻ. പണ്ടത്തെ പോലെ അല്ല, ഇപ്പൊ ഒരുപാട് ടെൻഷനാണ്. അതും ഇതൊരു വില്ലനാണ്. ഈ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ഇൻസുലിന്റെ പ്രൊഡക്ഷൻ കുറയും, ഹോർമോൺ ഇംബാലൻസ് വരികയും ചെയ്യും. ഓക്കെ. പിന്നെ അടുത്തൊരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന അഡൾട്രേറ്റഡ് ആയ ആൽക്കഹോൾ ഒരു വില്ലനാണ്. ഓക്കെ, സ്മോക്കിംഗ്, ആൽക്കഹോളും ഒരു വില്ലനാണ്. ആൽക്കഹോൾ നമ്മുടെ ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ മറ്റുള്ള മെറ്റബോളിസത്തെ അത് തകരാറിലാക്കും. ആ മെറ്റബോളിസം തകരാറും ഇത് ഇംബാലൻസ്ഡ് ആയി ഹോർമോൺ മെക്കാനിസം ആകാശം. ഇപ്പൊ നമ്മൾ ആൽക്കഹോൾ ഇപ്പൊ മന്ത്ലി 1 ഗ്ലാസ് അങ്ങനെ ഒരു പെർട്ടിക്കുലർ അളവിൽ കഴിക്കണമെന്ന് ഡോക്ടർ പറയില്ല. കാരണം നമ്മുടെ ബോഡിക്ക് ആൽക്കഹോൾ വേണം. നമ്മുടെ ബോഡിക്ക് ആൽക്കഹോൾ വേണം. നമ്മുടെ ബോഡിക്ക് എന്തൊക്കെ വേണോ അതൊക്കെ ഉണ്ടാക്കാൻ നമ്മുടെ ബോഡിക്ക് കഴിയും. നിങ്ങളായിട്ടൊന്നും കൊടുക്കണ്ട, ബോഡി ഉണ്ടാക്കും. മനസ്സിലാവട്ടെ? നമ്മുടെ ബോഡിക്ക് ആൽക്കഹോൾ വേണോ, ബോഡി ഉണ്ടാക്കും. അത്യാവശ്യമാണ് എന്ന് പറഞ്ഞ് കഴിക്കുന്ന അതവരാ പറയുന്നത് കഴിക്കാൻ വേണ്ടിയാണ് അവർ പറയുന്നത്. കാരണം വെച്ചാൽ നമ്മുടെ ബോഡിക്ക് ഹോർമോൺ വേണം. നിങ്ങൾ ഹോർമോൺ കുടിക്കുന്നില്ലല്ലോ. നിങ്ങളുടെ ബോഡിക്ക് എൻസൈം വേണം. നിങ്ങൾ എൻസൈം കുടിക്കുന്നില്ലല്ലോ. ഓൾറെഡി അത് നമ്മുടെ ബോഡിക്ക് പ്രൊഡ്യൂസിങ് കപ്പാസിറ്റി ഉണ്ട്. അതിന്റെ പേരിൽ നമ്മൾ കുടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ അറിയാണ്ട് ആൽക്കഹോൾ കഴിച്ചു കഴിഞ്ഞാൽ ആ ആൽക്കഹോളിന്റെ ടോക്സിസിറ്റി കുറക്കാൻ നമ്മുടെ ലിവർ ഉണ്ട്. ആ ലിവറിന്റെ ഓക്സിജൻ കുറക്കുന്നതാണ്. പക്ഷെ ആ ലിവർ ഉണ്ടെന്ന് വിചാരിച്ചു ഒത്തിരി കുടിച്ചു കഴിഞ്ഞാൽ ലിവർ ടോക്സിൻ കുറക്കാനുള്ള കഴിവ് നഷ്ടപ്പെടും, ലിവർ സിറോസിലേക്ക് പോകും. അതങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഈ ഭക്ഷണ കാര്യങ്ങൾ, അതുപോലെ തന്നെ എക്സസൈസ്, അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്നോട് ഇന്നലെ ടീച്ചർ ചോദിച്ചു, ഫ്രൂട്ട്സ് കഴിച്ചാൽ പ്രമേഹം കൂടുമെന്ന്. അതിൽ പഞ്ചസാര ഉണ്ടല്ലോ. ആ പഞ്ചസാര ഒന്നും ഒരിക്കലും ഒരു വില്ലനല്ല. അതൊക്കെ കറക്റ്റ് പഞ്ചസാരയാണ്, ഷുഗറാണ്, ഹിഡനല്ല, വ്യാജമല്ല. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മളിപ്പോ അരിയാണെങ്കിൽ അരിയിലെ തവിട് ഒഴിവാക്കിയിട്ടാണ് കഴിക്കുന്നത്. അപ്പൊ വെള്ള ആക്കാതെ കഴിക്കുക, തവിടോടുകൂടി കഴിക്കുക. ഞങ്ങളുടെ ഈ ഒരു ഏജിലൊക്കെ നമുക്ക് വേണമെങ്കിൽ പ്രോപ്പർ എക്സസൈസ്, നല്ല ഉറക്കം, കാര്യങ്ങൾ ഉണ്ട്, നമുക്കൊരു മിനിമം രീതിയിൽ നമ്മുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാം. തീർച്ചയായിട്ടും കഴിക്കാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ മേഡത്തോട് ചോദിക്കുകയാണ്, രാവിലെ നിങ്ങൾ അല്ലെങ്കിൽ ഉച്ചക്ക് ചോറ് കഴിക്കുന്നു, വൈകിട്ട് ചോറ് കഴിക്കുന്നു, എങ്ങനെ ചോറ് കഴിക്കുന്നത്? ഈ ചോറിൽ കാർബോഹൈഡ്രേറ്റ്. അപ്പൊ നമ്മൾ പ്രോട്ടീൻ കഴിക്കേണ്ട പ്രായമായി. അപ്പൊ നിങ്ങളൊരു ചോറിന്റെ പ്ലേറ്റ് എടുത്തിട്ട് അതിൽ കുറഞ്ഞ ചോറ്, കുറഞ്ഞ ഫ്രൂട്ട്സ്, കുറഞ്ഞ പച്ചക്കറി, ഒരു 2-3 മുട്ട, പ്രോട്ടീന്, കാർബോഹൈഡ്രേറ്റ്, അതുപോലെ തന്നെ ഫാറ്റ്, ഫൈബർ എല്ലാം കൂടെ അടങ്ങിയ ഫുഡ് കഴിച്ച് ശീലമാക്കിയാൽ ഒരിക്കലും നിങ്ങൾക്ക് പ്രമേയം വരുന്നില്ല. കഴിക്കാം. നിങ്ങൾക്ക് ഈ പ്രമേയം കൺട്രോൾ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡീഷണൽ എപ്പോഴും കഴിക്കാം. കൺട്രോൾ ആണെങ്കിൽ കഴിക്കാം, കുഴപ്പമില്ല. വരാൻ ചാൻസ് കൂടുതലാണ്. കേരളത്തിൽ ഒരുപാട് പേർക്ക്, നിങ്ങൾ ശ്രദ്ധിച്ചു, കേരളത്തിലെ ആൾക്കാർക്ക് മാത്രമേ പ്രമേയം കൂടുതലുണ്ട്, മറ്റുള്ള സംസ്ഥാനത്തിലില്ലല്ലോ. ഞാൻ ഡെയിലി ഒരു ചോക്ലേറ്റ് കഴിക്കുന്ന ആളാണെന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പൊ എനിക്ക് അതിനുള്ള ചാൻസ് എത്രത്തോളം ഉണ്ട്? ഈ ഡെയിലി നമ്മൾ ഞാൻ നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട്, മോർണിംഗിൽ നന്നായിട്ട് നടക്കുന്നുണ്ട്, പിന്നെ പ്രോപ്പർ നന്നായിട്ട് ഉറക്കുന്നുണ്ട്, ബാക്കി എല്ലാത്തരം ഫുഡ് ഐറ്റംസും കഴിക്കുന്നുണ്ട്, പ്ലസ് എല്ലാത്തരം വൈറ്റമിൻസും കൂടി എത്തുന്നുണ്ട്, പ്ലസ് ഡെയിലി ഒരു ചോക്ലേറ്റ് കൂടി കഴിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. പക്ഷെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. നിങ്ങൾ എക്സസൈസ് എന്ന് പറയുമ്പോൾ പലർക്കും പല എക്സസൈസാണ്. ചില ഫീമെയിൽസ് ഡാൻസിങ് ആയിരിക്കാം, സ്വിമ്മിങ് ആയിരിക്കാം. അപ്പൊ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കാലിന്റെ കാഫ് മസിൽസ്, സ്ട്രോങ് മസിൽസ് കൂടുതൽ വർക്ക് ചെയ്യണം. കാലിന്റെ കാഫ് മസിൽസ് കൂടുതൽ വർക്ക് ചെയ്താൽ മാത്രമേ ഈ ഗ്ലൈക്കോജൻ ഡിപ്പോസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ എക്സസൈസുകൾ ശ്രദ്ധിക്കണം. സ്റ്റെപ്പ് കയറി ഇറങ്ങാം, ഓക്കെ, നല്ല എക്സസൈസ് ആണ്. പക്ഷെ അങ്ങനെ കയറി ഇറങ്ങുമ്പോൾ കാല് മാത്രമാണ് മൂവ് ചെയ്ത് നോക്കണം, ബോഡി മൊത്തം വർക്ക് ചെയ്യുന്ന രൂപത്തിലാവണം. അങ്ങനത്തെ രൂപത്തിൽ കൈ, കാല്, എല്ലാ ബോഡി. ഇനി വരാൻ പോകുന്ന തലമുറകൾക്കും നമുക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പൊ നിങ്ങൾ കിഡ്നി ഫെയിലിയർ പേഷ്യന്റ് ഉണ്ടാവും, അദ്ദേഹം കിഡ്നി മാറ്റിവെക്കുക, ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യന്റ്. ഈ ഡയാലിസിസ് എന്ന അസുഖം അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ എന്ന അസുഖം, കിഡ്നി ഫെയിലിയർ ആവുന്നത് എങ്ങനെയെന്ന് ഒരാൾ ചോദിക്കാറുണ്ട്.
ലേഡീസിന് കള്ളു കുടിക്കുന്നില്ല, സിഗരറ്റ് വലിക്കുന്നില്ല, മറ്റുള്ള ദുശീലങ്ങളൊന്നുമില്ല, പിന്നെ എങ്ങനെ കിഡ്നി പോകുന്നത്? അല്ലെ, സ്വാഭാവികമാണ്. ഈ കിഡ്നി ഫെയിലിയറിന്റെ മെയിൻ സിംറ്റം അല്ലെങ്കിൽ മെയിൻ കോസ് റീസൺ എന്ന് പറഞ്ഞാൽ അത് എന്താണ്? ഷുഗറാണ്. പ്രമേഹത്തിൽ കൂടിയാണ് കിഡ്നി നീരായി കംപ്ലൈന്റ് ആയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് പേർക്ക്. ആ പ്രമേഹം വലിയൊരു വില്ലനാണ്. കാർഡിയാക്ക്, സ്ട്രോക്ക്, കിഡ്നി ഫെയിലിയർ, അതുപോലെ തന്നെ കണ്ണിന്റെ കാഴ്ച 50 വയസ്സ് കഴിഞ്ഞ് താഴേക്ക് പോവാ, ഡിക്രീസ് ഓർഡറിലാണ് പോണത്. ഓക്കെ, ആ ഡിക്രീസ് ഓർഡറിലേക്ക് പോകുന്ന കാരണം ഗ്ലൂക്കോസ് ആണ്. ഓക്കെ, അപ്പൊ കണ്ണിന്റെ കാഴ്ച പോയിക്കൊണ്ടിരിക്കും. ഷുഗർ കൂടുന്നതനുസരിച്ച് പല ടൈപ്പ് വൈറ്റൽ ഓർഗൻസിനെയും ബാധിച്ചിട്ട് എല്ലാ ഓർഗൻസും പോവാണ്. അപ്പൊ ഏറ്റവും വലിയ വില്ലൻ ആരാന്ന് ചോദിച്ചാൽ ഷുഗർ തന്നെയാണ്. 100% അതിന് സംശയം വേണ്ട. ലൈഫ് സ്റ്റൈൽ മാറ്റി നമ്മളിത് പഠിച്ചാൽ മാത്രം പോരാ, യൂട്ടിലൈസ് ചെയ്യണം. നമ്മൾ പഠിച്ചതൊരു കാര്യമില്ല, നമ്മൾ ഉപയോഗപ്പെടുത്തണം, പ്രാവർത്തികമാക്കിയാലേ കാര്യമുള്ളൂ. മലയാളി ജീവിതശൈലി വളരെ മോശം. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഷുഗർ ഈ ഡയറ്റിംഗ് വിചാരിച്ചാൽ ഷുഗർ കുറച്ച് ചായ കഴിച്ചിട്ട് 2 പുട്ട് കഴിച്ചൊരാൾക്കാണ്. അതെ, അതിന് കാര്യമില്ലല്ലോ, അതിന് കാര്യമില്ല. അപ്പൊ 2 പുട്ട് കഴിക്കാനായിട്ട് നല്ലത് ചായ കുടിക്കായിരുന്നു. അതെ, അപ്പൊ നിങ്ങൾ ചായ ഒഴിവാക്കുകയും പുട്ട് കഴിക്കുകയും ചെയ്യാം, തെറ്റായ രീതിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ചില ആൾക്കാരെ ചായയിൽ പഞ്ചസാര ഇടാതെ കഴിക്കുകയും ചെയ്യും, ഇഡലി കഴിക്കുകയും ചെയ്യും. അപ്പൊ വില്ലനായി, അത് വിഷയമാണ്. നേരെ മറിച്ച് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നന്നായിട്ട് വർക്ക് ചെയ്യും, അവർ നന്നായിട്ട് വർക്ക് ചെയ്യും, ഭക്ഷണം കൺട്രോൾ ചെയ്യും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ കണ്ടൊരു കാര്യമാണ്, ഒരു 4 മണിക്കൂർ ഗ്യാപ്പ് ഇട്ട് ഭക്ഷണം കഴിക്കാറുണ്ട്. അങ്ങനെ കഴിക്കരുത്. നമ്മൾ ഒരു ദിവസം 2 തവണ ഭക്ഷണം കഴിച്ചാൽ, 2 തവണ രാവിലെയും വൈകിട്ടും ഒരു 7 മണിക്കൂർ 8 മണിക്കൂർ ഗ്യാപ്പ് ഭക്ഷണം കഴിക്കുക. അതിന്റെ ഇടയ്ക്ക് വേണമെങ്കിൽ ഫ്രൂട്ട്സോ മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് സ്നാക്സ് ആയിട്ട് കഴിക്കാം, കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ നമ്മൾ ശീലമാക്കുക. നമ്മുടെ അമ്മ രാവിലെ ഭക്ഷണം കഴിച്ചു, ഉച്ചക്കോലെ രാത്രി ഭക്ഷണം കഴിക്കാതെ കിടന്നു കഴിഞ്ഞാൽ നമ്മളെ ചോറിൽ മുക്കിട്ടാ കിടക്കുക. അല്ല, അവർക്ക് പോലും അറിയില്ല. ഇതൊക്കെ വലിയ വലിയ ഡേഞ്ചറസ് ആയതിലേക്ക് പോകുന്നത്. മറ്റുള്ള സംസ്ഥാനത്തൊന്നുമില്ല. കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ മടിയന്മാരെ നമ്മുടെ ഇന്ത്യക്കാരാണെങ്കിൽ 50% ലേഡീസ് വീട്ടിലെ കാര്യം നമ്മൾ പറയാം എക്സസൈസ്. പക്ഷെ എക്സസൈസ് പ്രോപ്പർ ചെയ്യും വേണം. ചില ആൾക്കാർ പറയാം വീട്ടിൽ കുറെ പണിയെടുക്കുന്നുണ്ട്, അത് മതി എന്ന് പറയും. പക്ഷെ ഞാനൊരു എക്സസൈസും ഈ വീട്ടിലെടുക്കുന്ന പണിയും ചെയ്യുന്നത് എക്സസൈസ് ആയിട്ട് കൂട്ടാൻ പറ്റില്ല. നമ്മളെ ബോഡി ഇപ്പോഴുള്ള അധികം എക്യുപ്മെന്റ്സ് നമ്മുടെ ബോഡി അധികം മനസ്സിലല്ലോ. നിൽക്കുമല്ലേ. പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ അരക്കുന്ന സമയത്താണ് എല്ലാ ഭാഗങ്ങളും വാഷിംഗ് മെഷീൻ. ഇപ്പൊ നിങ്ങൾ പ്രാർത്ഥിക്കാന്നൊക്കെ സംഭവം, അത് ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യാനി ആയാലും പ്രാർത്ഥിക്കാന്ന് സംഭവം, അത് എത്ര വലിയ എക്സസൈസ് എന്നറിയാം. മാനസികമായിട്ടുള്ള ഒരു എക്സസൈസ്, ശാരീരികമായിട്ടുള്ള എക്സസൈസ്, എല്ലാ സൈഡും ഓക്കെയാണ്. അങ്ങനത്തെ കാര്യങ്ങൾ കൂടുതൽ നമ്മൾ എന്ത് ചെയ്യണം, ലൈഫിലേക്ക് കൊണ്ടുവരണം. ബോഡി കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുകയും ചെയ്യും. എപ്പോഴും ആക്റ്റീവ്. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ബോഡിയിൽ എല്ലാ ഭാഗത്തും വിയർക്കുന്നുണ്ടോ, എല്ലാ മസിൽസും വർക്ക് ചെയ്യുന്നുണ്ടോ. എല്ലാ മസിൽസിനെ കൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ എക്സസൈസ് ആയിട്ട് പറയാൻ പറ്റും. നല്ല വിയർക്കുന്ന ബോഡി ഹെൽത്തി ആയിട്ടുള്ള അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മൾ എക്സസൈസ് വഴി വിയർക്കുന്ന ബോഡി എന്ന് പറയാൻ പറ്റും. അത് റെസ്പിറേറ്ററി സിസ്റ്റം ആണ്. എന്റെ വീട്ടിലാണെങ്കിൽ ഞാൻ എത്ര നന്നായിട്ട് ഓടിയാലും അത്ര അധികം വിയർക്കാറില്ല. പക്ഷെ ബ്രദറൊക്കെ ആണെങ്കിൽ ചെറുതായിട്ടൊന്ന് മൂവ് ചെയ്യുമ്പോൾ നന്നായിട്ട് വിയർക്കാറില്ല. അതെ, അത് അങ്ങനത്തെ ഒരു സാധനം. അതായത് അത് എക്സസൈസ് കൊണ്ട് വരുന്നതല്ല, അത് നമ്മുടെ ബോഡി പെട്ടെന്ന് ഹീറ്റ് ആവുന്നത് കൊണ്ട്. ബന്ധമില്ല, അതില്ല. അത് നമ്മുടെ ബോഡി പെട്ടെന്ന് ഹീറ്റ് ആവുന്നത് കൊണ്ട് വിയർപ്പ് വരുന്നത്. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, അല്ലല്ല, അങ്ങനത്തെ ഒരു ഇതുണ്ട്. നമ്മൾ BMI ചെക്ക് ചെയ്യുക, എപ്പോഴും റെഗുലർ ആയിട്ട് പ്രോട്ടീൻ റിച്ച് ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക. അതാണ് നമ്മുടെ ഇന്നത്തെ ഹൈലൈറ്റ്, പ്രോട്ടീൻ റിച്ച് ഫുഡ് എന്നുള്ളതാണ്. എക്സസൈസ്, പ്രോട്ടീൻ റിച്ച് ഫുഡ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെളുത്ത ഭക്ഷണം ഒഴിവാക്കുക. പഞ്ചസാര ഒഴിവാക്കിയാൽ തന്നെ, ഈ ഹിഡൻ പഞ്ചസാര, വ്യാജ പഞ്ചസാര ഒഴിവാക്കിയാൽ തന്നെ നമ്മുടെ ലൈഫിൽ പല മാറ്റങ്ങളും. അത് ഗ്ലൂക്കോസ്, പഞ്ചസാര, ആ ഗ്ലൂക്കോസ്, അതെ, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. കാർബോഹൈഡ്രേറ്റ് മാറ്റിയിട്ട് പ്രോട്ടീൻസ് ആയിട്ട് മാറുകയും, അതുപോലെ തന്നെ പഠിക്കാനൊക്കെ പോകും. സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ എനർജി വേണം, സമയമാണ് നമ്മൾ ആ സമയത്ത് ശരിക്കും പുട്ടും കടലയും നല്ലൊരു ഫുഡായിട്ട് ആണ്. പക്ഷെ എന്നും നമ്മുടെ വീടുകളിൽ പുട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ദോശയാണ്, പിറ്റേ ദിവസം പത്തിരിയാണ്, പിറ്റേ ദിവസം ഇഡലിയാണ്, അല്ലെ? അപ്പൊ എല്ലാം വെള്ള ഭക്ഷണമാണ്, അതൊക്കെ കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പൊ ഒരു ദിവസം രാവിലെ ചെറുപയർ മുളപ്പിച്ചാക്കിക്കോളൂ, വേറൊന്നും വേണ്ട, പ്രോട്ടീനായി. പിറ്റേ ദിവസം കടലായിക്കോട്ടെ, പിറ്റേ ദിവസം ഗോതമ്പാവട്ടെ, പിന്നെ ഒരു ദിവസം അരിഭക്ഷണമാവട്ടെ, അങ്ങനെ എല്ലാം കിട്ടി. അങ്ങനെ വേണ്ടത് മാറ്റിക്കൊണ്ട് പ്രോട്ടീൻ അതിലെ ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നമ്മുടെ ബോഡിക്ക് എല്ലാം വേണം, എല്ലാം വേണം. ഒരു വണ്ടി പോകാൻ ഡീസൽ മാത്രം പോരല്ലോ, എല്ലാ ഓയിൽസും കാര്യങ്ങളൊക്കെ വേണ്ടേ. അപ്പൊ എല്ലാം കൊടുത്തോണ്ടിരിക്കണം.
ഈ ചെറിയ കുട്ടികൾക്ക് എങ്ങനെ അത് എഫക്ട് അത് ചെയ്യുന്നത്? പാരമ്പര്യം എല്ലാം തന്നെ ബീറ്റാ സെൽസിന്റെ കംപ്ലൈന്റ് വരുന്ന ഒരുപാട് കുട്ടികളുണ്ട്. ഇപ്പൊ പ്രഗ്നൻസി സമയത്ത് ഞാൻ പറഞ്ഞു, പ്രഗ്നൻസി സമയത്ത് ഷുഗർ കൂടും, ജസ്റ്റേഷൻ ഹൈപ്പർഗ്ലൈസീമിയ എന്ന് പറയും. അത് ആ പ്രഗ്നൻസി പീരീഡിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അവർ ആ റെഗുലർ പീരീഡ് കഴിഞ്ഞാൽ പിന്നെ അത് കുറഞ്ഞു പോവുകയും ചെയ്യും. കുറഞ്ഞു പോയില്ലെങ്കിൽ അത് ഡിസീസ് ആയിട്ട് മാറുള്ളൂ. അപ്പൊ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്ത് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ ഷുഗർ ഉള്ള ഒരാൾക്ക് ലൈഫ് ലോങ് മരുന്ന് കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 6 മാസം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റും, ലൈഫ് സ്റ്റൈലിൽ മാറ്റിയെടുക്കാൻ പറ്റും. അതെ അതെ അതെ, ലൈഫ് സ്റ്റൈൽ കൊണ്ട് അത് ഉണ്ടാവുന്നത്. ഇപ്പൊ ചോറ് ഒഴിവാക്കി ചില ആൾക്കാർ നമുക്ക് ചപ്പാത്തി കഴിക്കാം. അതെ ഒരു കപ്പ് ചോറിന്റെ പകരം 3-4 ചപ്പാത്തി കഴിക്കുന്ന ആളുകളുണ്ട്. അതെ ഞാൻ രാവിലെ ചപ്പാത്തി കഴിക്കും, അതെ അതെ ഞാൻ 3-4 ചപ്പാത്തി കഴിക്കും. അതെ. അത് എന്റെ കൂടെ അതെ അതെ, അല്ല അങ്ങനെയല്ല. അപ്പൊ നമ്മൾ ചപ്പാത്തി, നമ്മുടെ നാട്ടിൽ ചപ്പാത്തി യഥാർത്ഥ പൊടിയല്ല, ആട്ടപ്പൊടിയല്ല, യഥാർത്ഥ ഗോതമ്പ് പൊടി കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കണം. അത് നമ്മൾ ഗോതമ്പൊക്കെ അരച്ച് നമ്മൾ ഗോതമ്പൊക്കെ ഉണ്ടാക്കി പൊടിച്ച് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയ ചപ്പാത്തി ആവുന്നു. അതപ്പോ ഇതായി. അല്ലെ, ചോറാകുമ്പോ നമ്മൾ ഒത്തിരി കഴിച്ചു പോകും. അപ്പൊ അതിന് പകരം ചപ്പാത്തി കുറച്ച് ഒരെണ്ണം കഴിക്കുള്ള അതെ, രീതിയിലായിരിക്കും അതെ, സജസ്റ്റ് ചെയ്യുന്നത്. അതെ, പക്ഷെ എന്ത് ചെയ്യും ആൾക്കാർ അത് പക്ഷേ നമുക്ക് എന്തറിയോ, നമുക്ക് കുറെ കഴിക്കുന്നതിന് നല്ലത് ഏറ്റവും കൂടുതൽ ന്യൂട്രിയൻസ് ആയി ബാലൻസ്ഡ് ആയിട്ട് കഴിച്ചു തുടങ്ങി കഴിഞ്ഞാല് നമുക്കൊരു 10 ദിവസം കഴിഞ്ഞ് ശീലമാവും. പിന്നെ അതൊരു സുഖമായി മാറും. നിങ്ങൾ 10 ദിവസം ഇത് ട്രൈ ചെയ്തിട്ട് 11ാമത്തെ ദിവസം മുതൽ പഞ്ചസാര ഒഴിവാക്കി നല്ല പ്രോട്ടീൻ വെച്ച് ഫുഡ് കഴിച്ചു തുടങ്ങി നന്നായി വെള്ളം കുടിച്ചു കഴിഞ്ഞാല് നിങ്ങൾക്ക് എത്ര മാറ്റം ഉണ്ടാവും എന്നറിയോ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത വർക്കുകൾ ഉണ്ടാവില്ല, എല്ലാ വർക്കും ചെയ്യാൻ തോന്നും, ഉറക്കം ഉണ്ടാവില്ല, ക്ഷീണം മാറിക്കിട്ടും, എല്ലാം മാറും. രാവിലെ എഴുന്നേറ്റ് പാട് വെള്ളം കുടിക്കുന്നത് നല്ലതാണ്, നല്ല ശീലമാണ്. അലിമെന്ററി കനാൽ ക്ലീൻ നല്ല ശീലമാണ്. വെള്ളം എപ്പോഴും നല്ലത് തന്നെയാണ്. തിളപ്പിച്ചാറിയ വെള്ളമാണ് കുടിക്കേണ്ടത്. ചൂടുവെള്ളം കുടിച്ചു കഴിഞ്ഞാലുള്ള കുഴപ്പം വെച്ചാൽ അതിൽ ബാക്ടീരിയാസ് കിൽഡ് ഫോമിൽ ഉണ്ടാവും. അലിമെന്ററി കനാലിന്റെ സ്ട്രെങ്ത് മസിൽസ് ഒക്കെ അതൊരു സ്പിഞ്ചേഴ്സ് അതൊക്കെ ലൂസ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പൊ തണുത്ത വെള്ളം കുടിക്കരുത്, ചൂടുള്ള വെള്ളം കുടിക്കരുത്. തിളപ്പിച്ചാറിയ വെള്ളം കുടിച്ചാൽ ബോഡിക്ക് കേടില്ല. പിന്നെ ഈ നാരങ്ങ ഇട്ട് വെച്ചിട്ടുള്ള വെള്ളം മോർണിംഗ് കുടിക്കുന്നത് ഡിറ്റോക്സിഫൈഡ് ആയിട്ട് ചെയ്യാം. നമുക്ക് ആന്റാക്സിഡ്സ് ആണ്, അങ്ങനെ ചെയ്യാം. നെല്ലിക്ക ഇട്ടിട്ട് കുടിക്കാറുണ്ട്, അങ്ങനെ ചെയ്യാം. വൈറ്റമിൻസ് അപ്പൊ എനിക്കറിയില്ല, ഇങ്ങനൊരു സംഭവം കേട്ടിട്ടുണ്ടായിരുന്നു. ഈ സിട്രിക് ആസിഡ് ആയതുകൊണ്ട് അത് വെറും വയറ്റിൽ കുടിക്കുന്നത് കേടാന്ന് പറയുന്നത് ഇല്ല. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് സിട്രിക് ആസിഡിന്റെ പ്രസൻസ് അധികം ഉണ്ടാവില്ല. നമ്മൾ വെള്ളത്തിൽ ഇട്ടിച്ചാൽ അത്ര ആസിഡ് വരില്ല. ഡൈലൂട്ടർ ആയാലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതെ അതെ. പിന്നെ എന്നും നമ്മൾ അങ്ങനെ ചെയ്യില്ലല്ലോ, നമ്മൾ വല്ലപ്പോഴും അങ്ങനെ ചെയ്യുന്നുണ്ടോ, ഒന്നും കുഴപ്പമില്ല. അതെ, ചായ ആണ് പ്രശ്നം. വേറൊരു കാര്യം ചായ ഒഴിവാക്കാൻ രാവിലെ ഒരു ചായ, വൈകുന്നേരം ചായ. അതെ, അത് ഇപ്പൊ കള്ളുകുടിമാർ ചോദിക്കുന്ന ചോദ്യം. ഞാൻ ആൽക്കഹോളിസിന് അഡിക്റ്റ് ആണ്, അപ്പൊ ആൽക്കഹോളിസ് എങ്ങനെ ഒഴിവാക്കണം? അത് നമ്മൾ സ്വയം തീരുമാനിക്കണം. കാരണം ചായ എന്ന് പറയുന്നത് കോഫിയിൽ കൊഫീൻ, ചായയിലുള്ള കെമിക്കലാണ് തിയോനിൻ. ഈ 2 കെമിക്കൽ നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ എഫിഷ്യൻസി കൂട്ടും, നല്ല സ്പീഡായി ട്രാൻസ്മിറ്റ് ചെയ്യും. അതുകൊണ്ട് നമുക്ക് ഉറക്കം കിട്ടാതിരിക്കുന്നത്. അപ്പൊ ശരിക്കും അതെന്താണ്, ഒരു അഡൾട്രേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യാജമായിട്ടുള്ള മദ്യം തന്നെയാണ് ചായ എന്നൊക്കെ പറയുന്നത്. ബീവറേജ് തന്നെയാണ് ചായ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മാക്സിമം മനസ്സുകൊണ്ട് ഒഴിവാക്കി എടുക്കുക എന്നുള്ളതാണ്. ചായ മാക്സിമം ഒരു ദിവസം 1 എന്ന കണക്കിലേക്ക് കൊണ്ടുവരിക. 2-3 ദിവസമായിട്ട് ന്യൂസിലൊക്കെ നിറയുന്നുണ്ട് ചായപ്പൊടിയിൽ ക്യാൻസർ. ചായപ്പൊടി 100%. അത് ഞാനും അറിഞ്ഞ കാര്യം, ഞാനും കേട്ട കാര്യം തന്നെയാണ്. ചായപ്പൊടി പഞ്ചസാര ഭയങ്കര വില, വിശ്വസിച്ച് ഒന്നും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതാ പറഞ്ഞത്, നമുക്ക് വീട്ടിലുണ്ടാക്കുന്നതായ കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് ഇന്ന് മുതല് നല്ല പ്രോപ്പർ എക്സസൈസ്, ഉറക്കം, ഇഷ്ടപ്പെട്ട കുറച്ച് ഫീസ്, എപ്പോഴും മനസ്സ് ശാന്തമായിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക, ഹാപ്പി ആയി മോഡിൽ വന്നാലേ പ്രശ്നമില്ല. ചെയ്താൽ നമുക്ക് ഒരുപാട് കാലം ഈ ഫുഡൊക്കെ അങ്ങനെ കഴിക്കും. ഷുവർ നിർബന്ധം. കുറച്ചു കാലം കഴിഞ്ഞ് ഒന്നിച്ചെല്ലാം ഇഷ്ടപ്പെട്ട ഫുഡ് ഒഴിവാക്കുന്നതിന് പകരം ഇപ്പൊ അതെ അതെ, കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലൈഫ് സ്റ്റൈൽ വരും. അതല്ലേ എനിക്ക് ഏറ്റവും പേടിയുള്ള കാര്യം എന്ന് വെച്ചാൽ, ഈ ഷുഗർ വന്നു കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള എല്ലാ ഓർഗനും ബാധിക്കുന്നത്. കണ്ണ്, കിഡ്നി, ലിവർ, ഹാർട്ട്, സ്ട്രോക്ക്, ഇതെല്ലാം ബാധിക്കുന്നത് ഈ ഡയബറ്റിക് ആയ പേഷ്യൻസിനാണ്. വേറെ ഒരു കേസും ഇല്ല. ഇന്ന് ഏറ്റവും കൂടുതൽ കിഡ്നി ഫെയിലിയർ, വളരെ സങ്കടകരമായിട്ട് പറയാണ്, ഏറ്റവും കൂടുതൽ കിഡ്നി ഫെയിലിയർ പേഷ്യന്റ് ഉണ്ടായിരിക്കുന്നത് ഈ ഡയബറ്റിക് കാരണം തന്നെയാണ്. അതുപോലെ തന്നെ കണ്ണിന് ഒക്കെ ഗ്ലൂക്കോമ വന്നിരിക്കുന്നതൊക്കെ ഈ ഡയബറ്റിസ് കൊണ്ടാണ്. അപ്പൊ ഡയബറ്റിസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. കൺട്രോൾ നിർബന്ധമായും ചെയ്യാം. ഈ 6 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതെ അതെ അതെ, കുറയ്ക്കുക, അത്രേ ഉള്ളൂ. അതെ അതെ. കാരണം ഈ ഷുഗർ കൺട്രോൾ ചെയ്താൽ തന്നെ ഒരു 90% അസുഖം മാറും. പിന്നെ നന്നായി വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ലേഡീസിന് ഒരു വിഷയം വരാൻ ചാൻസ് ഇല്ല. അതെ അതെ, പ്രോപ്പർ എക്സസൈസ് നമുക്ക് പറയാൻ കഴിയില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, ഇപ്പൊ നിങ്ങൾക്ക് ഡാൻസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ചെയ്യാം, നീന്തൽ പ്രോപ്പറാണ്, അതുപോലെ തന്നെ ഫുട്ബോൾ പ്രോപ്പറാണ്, അത് വൃത്തിയുള്ള എക്സസൈസ് ആണ്. ബോഡി മൊത്തം ആക്റ്റീവായി അനങ്ങുന്ന ഒരു എക്സസൈസ് നോക്കിയാൽ മതി. ഡാൻസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അപ്പൊ അങ്ങനെ ഓരോ എക്സസൈസ് നമ്മൾ ശ്രദ്ധിക്കാം.
ഞങ്ങള് കുറെ ഡൗട്ടുകൾക്ക് സാർ അപ്പൊ ഞാനത് ഓക്കെ അല്ലെങ്കിൽ ഞങ്ങളിത് ഡിസ്കസ് ചെയ്ത് എവിടെ പോയി അല്ല അതൊക്കെ നമുക്കൊരു എല്ലാത്തിനും കൺക്ലൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിലേക്ക് നമുക്ക് എല്ലാവരും കൂടി ഒരുമിച്ച് മുന്നേറാം. ഓക്കെ, ഇതുവരെ ഞാനും ഷുഗർ കൺട്രോളാണ്, നിങ്ങളും ഷുഗർ കൺട്രോളാന്ന് വിചാരിക്കുന്നില്ലേ? ഇനി ഇവിടെ അങ്ങോട്ട് അങ്ങനെ കൺട്രോൾ അതെ അതെ അങ്ങോട്ടേക്ക് സയന്റിഫിക് അതെ അതെ രീതിയിലൊന്നും മുന്നോട്ട് ഓ പോകുന്നത് റെഡി റെഡി റെഡി. ഓക്കെ, താങ്ക് യു. താങ്ക് യു സാർ.